ഞാൻ എൻ്റെ മകളുടെ മാരേജ് നടത്തുന്ന സമയത്ത് ആദ്യം ഒരു നിശ്ചയം എൻഗേജ്മെൻറ്റ് നടത്തി അത് പോയി. അപ്പോൾ എനിക്ക് അയ്യോ ഒരു കല്യാണം പോയി ഇനി അടുത്തൊരു കല്യാണം നടക്കുമോ, ഇനി എൻ്റെ മോള് നിന്ന് പോകുമോ, അങ്ങനത്തെയൊക്കെ ചിന്തകളാണ്. നമുക്കൊരു ഇടുങ്ങിയ ചിന്താഗതിയാണ്. തൃശ്ശൂരിൽ നിന്ന് ഒരു കല്യാണം വന്ന് പയ്യൻ 7 ദിവസവും നിൽക്കത്തുള്ളൂ. പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ട ഒരു കൈ തന്നപ്പോൾ തന്നെ എൻ്റെ നെഞ്ചിടിപ്പ് ദൈവം. ഇങ്ങനെ 7 ദിവസം കഴിഞ്ഞ ഉടനെ അവർ പറഞ്ഞു ഞാനിപ്പോൾ പോകും, ഒരാഴ്ചക്കുള്ളിൽ എൻഗേജ്മെൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അവരും പെട്ടെന്ന് നിർബന്ധിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു നിശ്ചയം കഴിഞ്ഞതിൻ്റെ ഷോക്കിൽ പൈസ ഇല്ല, നമ്മൾ വിഷമിച്ചിരിക്കുന്ന അവസ്ഥയിൽ അടുത്ത് ചെയ്യാൻ ഒരു കപ്പാസിറ്റി ഇല്ല, ഓക്കെ പറഞ്ഞു അവരോട്. അപ്പോൾ ബിഗ് സീറോയാ, ചുറ്റും കടവും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അമ്മ എന്നോട് തലേദിവസം രാത്രി വിളിച്ചിട്ട് പറഞ്ഞു ജോസ്കോ പോയി പെണ്ണിനിടാൻ വള മേടിച്ചെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചാൽ എത്ര പവൻ മേടിച്ചു വെറുതെ എന്ന് ചോദിച്ചത്. ഒരു 4.5-5 പവൻ വരും വളയെന്ന് പറഞ്ഞു. ആലപ്പുഴ പഗോഡ റിസോർട്ട്, വലിയ റിസോർട്ടാണ്. അപ്പോൾ ഓർഡർ കൊടുത്ത് എല്ലാം റെഡിയാക്കി. നിശ്ചയം ഇതെല്ലാം കഴിഞ്ഞ് എല്ലാവരും ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞാനിതറിയാം ഈ കുട്ടികളുടെ അച്ഛനെ ഈ പിള്ളേരെയും കൊണ്ട് ഞാൻ അവിടെ റിസപ്ഷനിൽ കൊണ്ട് അവിടെ ഇരുത്തിയിട്ട് പറഞ്ഞു മോളെ വളവരും. അപ്പോൾ ബന്ധുക്കളൊക്കെ കുശൂശാ പറയുന്നുണ്ട്, ഒന്നുമില്ലേലും ഈ റിസോർട്ടിലൊക്കെ കൊണ്ട് നടത്താൻ വേറെ പണിയൊന്നുമില്ല. എന്നിട്ട് ഞാൻ ഈ വള ഊരിക്കൊണ്ട് പണയം വെക്കാൻ ഓടി. 1 മണിക്കൂർ ഞാൻ ഓട്ടോ പിടിച്ച് നടക്കുക. കാരണം ഞായറാഴ്ച ദിവസം വേണ്ടി ഇത് പണയം വെക്കാൻ ഒരു സ്ഥലം കിട്ടണ്ടേ. ഈ 3 ട്രോഫികളെ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഈ അച്ഛനെയും 2 മക്കളെ എടുത്തോണ്ട് പോകണ്ടേ. ഒരു സ്ഥലത്ത് നിന്ന് ഒരു വീട്ടിൽ ചെന്ന് വൈകുന്നേരം രാത്രി അവർ ഇത് പണയം വെച്ച് കംപ്ലീറ്റ് ഒരു വിലയുടെ തുക തന്ന് ഒരു ഭാഗ്യം പോലെ ഞാൻ പ്രാർത്ഥിച്ച് എന്നിട്ട് അതുകൊണ്ട് കൊടുത്തേച്ചാണ് ഇവർ അച്ഛനെ ബില്ലടച്ചിട്ട് അച്ഛനെ മക്കളെ എടുത്തുകൊണ്ട് പോരുന്നത്.